വ്യഭിചാരം എന്ന തിന്മ സംഭവിച്ചു പോയാൽ അവർക്ക് പശ്ചാത്താപമുണ്ടോ, തൗബയുണ്ടോ എന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാകുന്നു. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ കാരുണ്യവാനാണ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ. നിന്റെ രക്ഷിതാവ് കാരുണ്യമുള്ളവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ അടിമകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാൻ തയ്യാറുള്ളവനാണ്. ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹത്തോട് ധാരാളമായി തിന്മകൾ പ്രവർത്തിച്ച എൻ്റെ അടിമകളെ. അവരോടാണ് പറയേണ്ടത്. ആരോടാണ്? തെറ്റുകളൊന്നും ചെയ്യാത്തവരോടല്ല, തെറ്റ് ചെയ്തവരോടുമല്ല. പിന്നെയോ ധാരാളം തെറ്റ് ചെയ്ത ആളുകൾ, അതിര് കവിഞ്ഞ് തെറ്റ് ചെയ്ത ആളുകൾ. അവർ നന്നാവാൻ തയ്യാറാണെങ്കിൽ, അവർ തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ശരിക്കും ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രക്ഷിതാവിലേക്ക് ഖേദിച്ചു മടങ്ങണം, തൗബ ചെയ്തു മടങ്ങണം. വ അസ്ലിമു ലഹു, അവനെ അനുസരിച്ചുകൊണ്ട് കീഴൊതുങ്ങി നല്ലവരായി നിങ്ങൾ ജീവിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും മുസ്ലിമീങ്ങളായിക്കൊണ്ട് നല്ലവരായി നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്നും ആ വിഷയത്തിൽ ഒരു നിലക്കും നിരാശ പാടില്ല എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.